വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോവിസ് ഹെർബലിൻ്റെ ഗ്ലോയിങ് സ്കിൻ സെറത്തിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ജോവീസിൻ്റെ ഈ ഹെർബൽ ഗ്ലോയിങ് സ്കിൻ സെറം എന്ന് വെച്ചാൽ 12% നിനായിസിമൈഡും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിറമാണ്. 12% നിനായിസിമൈഡുള്ള ഒരു സിറമാണിത്. ഹൈലറോണിക് ആസിഡും സാഫ്രോണൊക്കെ ആഡ് ആയിട്ടുള്ള ഒരു സിറമാണിത്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 30 ml പ്രോഡക്റ്റാണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ബെനിഫിറ്റ് ഹെൽപ്പ് ബ്രൈറ്റൻ ദ സ്കിൻ ആൻഡ് ഇംപ്രൂവ് ഓവറോൾ റേഡിയൻസ്. നമ്മുടെ സ്കിൻ ടോണ് ബ്രൈറ്റൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ഉള്ള ആ ഒരു റേഡിയൻസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ help to visibly improve the appearance of enlarged pores and uneven skin tone and dullness. നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോഴ്സും അതുപോലെ തന്നെ അൺഈവൺ സ്കിൻ ടോണും അതുപോലെ ഡൾനെസ് എല്ലാം പൊതുവെ ഫീൽ ചെയ്യുന്ന ആ ഒരു സ്കിൻ ടൈപ്പൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഗ്ലോയിങ് സ്കിന്നാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു ബെനിഫിറ്റ്സ് ആണ് ഹെൽപ്പ് ടു ഹൈഡ്രേറ്റ് ദ സ്കിൻ ആൻഡ് റെഡ്യൂസ് ദ അപ്പിയറൻസ് ഓഫ് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്. അടുത്തതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ സ്കിന്നിൻ്റെ നമുക്ക് ഏജിങ് ആകുമ്പോൾ വരുന്ന ഈ ഒരു ഫൈൻ ലൈൻസും അതുപോലെ റിങ്കിൾസൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു ബെനിഫിറ്റ്സ് ആണ് കണ്ടെയ്ൻസ് ആൻറ്റി ഓക്സിഡൻറ്റ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് പ്രൊട്ടക്ട് ദ സ്കിൻ ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ദ ഫ്രീ റാഡിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു പൊല്യൂഷൻസ് ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കൽസിനുണ്ടാകുന്ന ഡാമേജസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒന്ന് നമ്മുടെ സ്കിൻ സെൽസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു സിറം സഹായിക്കുന്നുണ്ട്. ദെൻ ഇതിനകത്ത് ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ആഡഡ് ആണെന്നും അതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്ത് പറഞ്ഞ പോലെ തന്നെ 12% നിനായിസിമൈഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിനായിസിമൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ആക്നി പ്രോൺ സ്കിന്നിനും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആക്നീസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരണവർക്കും ഈ ഒരൊറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത്. കാരണം നിനായിസിമൈഡ് എന്ന് വെച്ചാൽ ഈ എത്ര എക്സസീവായിട്ടുള്ള ഈ ഓയിൽ പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള പിമ്പിൾ ആണെങ്കിലും കുറയ്ക്കുന്നതിന് നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഒരു നിനായിസിമൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിമ്പിൾ റെഡ്യൂസ് ചെയ്യുന്ന ഏതൊരു ക്രീം അല്ലെങ്കിൽ ജെല്ലിലെടുത്ത് നോക്കിയാലും നിനായിസിമൈഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നിനായിസിമൈഡ് 12% ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് എൻലാർജ്ഡ് പോഴ്സ്, അൺഈവൻ സ്കിൻ ടോൺ ആൻഡ് ഡൾനെസ്. നമ്മുടെ സ്കിന്നിലെ പോഴ്സൊക്കെ കുറയ്ക്കുകയും അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പിക്ടോക്യുലാനാണ്. ഈ പിക്ടോക്യുലാൻസ് എന്ന് വെച്ചാൽ ഇത് ഒലിവ് മരത്തിൽ നിന്ന് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും നറിഷ് ചെയ്യുകയും അതുപോലെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ദെൻ അടുത്തതാണ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഹെൽപ്പ് ടു ഹൈഡ്രേറ്റ് ദ സ്കിൻ ആൻഡ് റെഡ്യൂസ് ദ അപ്പിയറൻസ് ഓഫ് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് എന്നൊക്കെ അതൊക്കെ മാറ്റി നല്ലൊരു സ്കിൻ നമുക്ക് തരുകയും ചെയ്യുന്നു. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാഫ്രോൺ എക്സ്ട്രാക്റ്റ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ദ സ്കിൻ ടോൺ ആൻഡ് സ്ട്രക്ചർ ഗിവിങ് ഇറ്റ്സ് ഹെൽത്തിയർ അപ്പിയറൻസ്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറും ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് വയ്ക്കുന്നതിന് ഈ സാഫ്രോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇത് യൂസ് ചെയ്യുന്നതിന് ഒരു 3 സ്റ്റെപ്പ് മെത്തേഡ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, apply 3 to 5 drops of serum on the entire face and neck and upward circular motion twice a day. അപ്പം ഒരു ദിവസം 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് ഈ ഒരു സിറം പറയുന്നുണ്ട്. 3 മുതൽ 5 വരെ ഡ്രോപ്സ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഫേസിലും നെക്കിലും അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു സ്റ്റെപ്പാണ് മസാജ് ജെന്റിലി ആൻഡ് ദ സിറം ഗെറ്റ് അബ്സോർബ്ഡ്. ഈ ഒരു സിറം അബ്സോർബ് ആവുന്നത് വരെ നമ്മളിത് മസാജ് ചെയ്യണം. ദെൻ അടുത്തൊരു സ്റ്റെപ്പാണെന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ ഇതൊരു കമ്പൾസറി ആണ് കേട്ടോ. ഡ്യൂറിങ് ദ ഡേ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ. നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. ഈവൻ നമ്മളിത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ സിറംസൊക്കെ നമ്മൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മോർണിംഗ് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് സ്കിന്ന് സെൻസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഇട്ടാലും എത്രമാത്രം ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുമെന്നറിയില്ല. എന്നാലും ഇതുപോലുള്ള സിറങ്ങൾ
സിറംസ് എപ്പോഴും നമ്മൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സമയം ഒഴിവാക്കുന്നതായിരിക്കും, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്കിൻ കണ്ടീഷൻ ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്നി മാർക്സ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ആക്നീസൊക്കെ റിമൂവ് ചെയ്യാൻ നിനൈസിമൈഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിനൈസിമൈഡ് 12% ആഡ് ചെയ്തിട്ടുള്ള സിറം എന്ന് വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ദെൻ അടുത്ത് ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആക്നി പ്രോൺ സ്കിന്നിനും യൂസ് ചെയ്യാം, ബ്ലെമിഷ് പ്രോൺ സ്കിന്നിനും യൂസ് ചെയ്യാം, കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാം. എന്നാൽ ഇതിൽ അവർ ഓൾ സ്കിൻ ടൈപ്പ് വന്ന് ഇതിൻ്റെ പാക്കേജിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഈ ആക്നി പ്രോൺ സ്കിന്നും ഓയിലി സ്കിന്നും എടുത്തു പറയാൻ കുറച്ച് റീസൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓയിലി സ്കിന്നിനും ആക്നി പ്രോൺ സ്കിന്നിനും ആയിരിക്കും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സസീവായിട്ടുള്ള ഈ ഒരു ഓയിൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ആക്നീസൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പേടിച്ച് ഓയിലി സ്കിന്നുകാർ അധികം ഒരു പരീക്ഷണത്തിന് നിൽക്കാറില്ല. അപ്പോൾ ആ ഒരു സ്കിന്നിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി സ്കിന്നിനും ഇത് സ്യൂട്ടാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്. എസ്പെഷ്യലി നമുക്ക് ആക്നി പ്രോൺ സ്കിന്നിനും യൂസ് ചെയ്യാം, ബ്ലെമിഷ് പ്രോൺ സ്കിന്നിന് യൂസ് ചെയ്യാം, കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാം, ഓയിലി സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.